ഏതായാലും ഇന്നത്തെ ഒരു ആഭ്യന്തര വിപണിയുടെ കൂടുതൽ പെർഫോമൻസസ് ഒക്കെ നമ്മളോട്ട് ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ ഇൻ ഹൗസ് എക്സ്പേർട്ട് പ്രദീപ് ചന്ദ്രശേഖർ സർ ചേർന്നു. യെസ് പ്രദീപ് സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് ജാസ്മിൻ, മോർണിംഗ് വ്യൂവേഴ്സ്. ഏതായാലും 2023 അവസാന ട്രേഡിംഗ് ദിനം ഒടുവിൽ എത്തിയിരിക്കുകയാണ്. ആഗോള ആഭ്യന്തര അനിശ്ചിതാവസ്ഥകൾക്കിടയിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്ത ഒരു ആഭ്യന്തര വിപണി, അതോടൊപ്പം തന്നെ ആഗോള വിപണികൾ തന്നെയാണ് നമ്മൾ കണ്ടത്. റെക്കോർഡുകൾ തകർത്തുള്ള ബെഞ്ച്മാർക്ക് സൂചികകളായ നിഫ്റ്റിയുടെയും സെൻസെക്സിന്റെ ഒക്കെ ഒരു മുന്നേറ്റം ഈ വർഷം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു മാർക്കറ്റ് ഔട്ട്ലുക്ക് എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ 2024 പ്രധാനമായിട്ടും ഇൻവെസ്റ്റേഴ്സ് സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? So Nifty 50 continues to be very, very bullish. എങ്കിൽ പോലും നിഫ്റ്റി 50 ഇന്നലെ 21,800 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിരുന്നു. ആൻഡ് ഒരു അനദർ 200-300 പോയിന്റ്സ് നേട്ടം വരുമ്പോഴേക്കും നമുക്ക് നിഫ്റ്റി 50യിൽ നല്ല തോതിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ബട്ട് ആ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിൽ വലിയൊരു കനത്ത സെല്ലിംഗ് ഒന്നും ഞാൻ അറ്റ് ദ മൊമെന്റ് പ്രതീക്ഷിക്കുന്നില്ല. ആൻഡ് 2024 നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബൈ ജാനുവരി 12th or 15th തേർഡ് ക്വാർട്ടർലി റിസൾട്ട്സ് വന്നു തുടങ്ങും. ആ ഒരു ക്വാർട്ടർലി റിസൾട്ട് വരുമ്പോഴേക്കും നമ്മൾ പിന്നീട് കാണാൻ പോകുന്നത് ഇറ്റ് വിൽ ബി ദ പ്രസന്റേഷൻ ഓഫ് ദ യൂണിയൻ ബഡ്ജറ്റ്. അതിനുശേഷം ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ഷൻ മോഡിലോട്ട് വഴിമാറാൻ നല്ല ചാൻസസ് കാണുന്നുണ്ട്. സോ വി ഹാവ് ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ ഈ ഒരു സമയം മുതൽ. But overall, 2024 നമ്മൾ നോക്കുമ്പോഴേക്കും I am expecting 2024 to be very, very bullish. സർ, നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിലും നിഫ്റ്റി ബാങ്കിലും ഇന്നിപ്പോൾ നമുക്കൊരു നേരിയ ഇടിവിനാണ് ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. 48,322.2 എന്നൊരു റേഞ്ചാണ് ഇപ്പോൾ, ഒരു റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് പോകുന്നത്. ഒരു ഇടിവാണ് രേഖപ്പെടുത്തുന്നത് എങ്കിൽ പോലും 48,000 എന്നൊരു റേഞ്ച് കൈവിടാതെയാണ് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം പുരോഗമിക്കുന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ അഗൈൻ 50 പോലെ തന്നെ നിഫ്റ്റി 50 ബാങ്ക് ഇൻഡെക്സ് ഓൾസോ ഇന്നലെ പുതിയൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ വരെ എത്തിയിരുന്നു. ആൻഡ് നാച്ചുറലി യുനോ ഇന്ന് അവസാനത്തെ ഒരു ട്രേഡിംഗ്, ഈ വർഷത്തെ അവസാനത്തെ ട്രേഡിംഗ് ദിനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സൈഡ് വേസ് ടു അല്പം ബെയറിഷ്നെസ് എക്സ്പെക്ട് ചെയ്യാം, എസ്പെഷ്യലി ഇഫ് ദ ട്രേഡേഴ്സ് ഗോയിങ് ഫോർ പ്രോഫിറ്റ്. നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ഇന്ന് നാച്ചുറലി ശ്രദ്ധിച്ചിരിക്കേണ്ടത് 48,700 പോയിന്റ് ആയിരിക്കണം. എനിക്ക് തോന്നുന്നില്ല ഇന്ന് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് അത് എളുപ്പമായിട്ട് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. എങ്കിലും ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ആ ലെവലിൽ നിന്നും വീണ്ടും ഒരു 300 പോയിന്റ് നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, വിച്ച് ബേസിക്കലി മീൻസ് ദാറ്റ് 49,000 പോയിന്റ് വരെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് നീങ്ങാൻ ചാൻസസ് ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇന്ന് പ്രോഫിറ്റ് ടേക്കിംഗ് തുടരുകയാണെങ്കിൽ നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ അടുത്ത 3 സെഷൻസിൽ നമ്മൾ ഒരു 400-500 പോയിന്റിന്റെ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. യെസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഈ ഒരു വർഷം സെക്ടറൽ സൂചികകളുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം നേട്ടം നൽകിയിട്ടുള്ളത് റിയൽറ്റി, അതോടൊപ്പം തന്നെ ഓട്ടോ, PSU ബാങ്ക് സൂചികകളാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ സൂചികകളൊക്കെ നിലവിൽ നടത്തുന്ന ഒരു ബുൾ റാലി ഇനി 2024 കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യത എത്രമാത്രമാണ്? സോ നമ്മൾ റിയാലിറ്റി, ഓട്ടോ, ഈ സെക്ടേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ദ ഔട്ട്ലുക്ക് കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. നമ്മൾ റിയാലിറ്റി ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഒക്ടോബർ അവസാനം അറൌണ്ട് 540-560 ആ ഒരു റേഞ്ചിലായിരുന്നു റിയാലിറ്റി ഇൻഡെക്സ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ദ റിയാലിറ്റി ഇൻഡെക്സ് ഹസ് കം ഓൾ ദ വേ ടു 775 പോയിന്റ് വരെ എത്തിയിട്ടുണ്ട്. 775-785 ഇതൊരു വളരെ ശക്തമായ ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അഗൈൻ റിയാലിറ്റി ഇൻഡെക്സിന്റെ കേസിൽ 720 പോയിന്റ് ഇസ് എ വെരി വെരി മേജർ സപ്പോർട്ട് ഏരിയ. ആൻഡ് ആ ഒരു സപ്പോർട്ട് ആയിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. 720ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് റിയാലിറ്റി ഇൻഡെക്സിലോ റിയാലിറ്റി സ്റ്റോക്സിലോ ഒന്നും തന്നെ വീക്ക്നെസ് കാണാൻ സാധിക്കുന്നില്ല. ഓട്ടോ ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഇന്നും ഓപ്പണിംഗ് നിമിഷങ്ങളിൽ ഓൾമോസ്റ്റ് ഒരു 0.5% നേട്ടം ഓട്ടോ ഇൻഡെക്സ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഔട്ട്ലുക്ക് കണ്ടിന്യൂസ് ബി ഫാന്റാസ്റ്റിക്. ആൻഡ് ജാസ്മിൻ ഓർക്കുന്നുണ്ടാകും, കഴിഞ്ഞ ഫെസ്റ്റീവ് സീസണിൽ മികച്ച സെയിൽസ് ആയിരുന്നു ഓട്ടോ കമ്പനീസിന് ലഭിച്ചത്. 42 ദിവസം നീണ്ടുവന്ന നവംബർ ഫെസ്റ്റീവ് സീസണിൽ ഓരോ ദിവസം
2000 വണ്ടികളായിരുന്നു ഓരോ ദിവസവും വിൽക്കപ്പെട്ടത്. സോ ദി ഔട്ട്ലുക്ക് ഇസ് ഫാന്റാസ്റ്റിക്. തേർഡ് ക്വാർട്ടർലി റിസൾട്ട് വരുമ്പോഴേക്കും ഐ എം എക്സ്പെക്ടിങ് എക്സലന്റ് റിസൾട്ട്സ് ഫ്രം ഓട്ടോ കമ്പനീസ്. സാർ അതിനോടൊപ്പം തന്നെ സാറിന് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ക്രൂഡിൻ്റെ വിലയിൽ കാര്യമായിട്ടൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇയർലി ഗെയിൻസിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടൊരു മുന്നേറ്റം നടത്താൻ ക്രൂഡിന് സാധിച്ചിട്ടുണ്ട്. ക്രൂഡ് വിലയിൽ ഏറ്റവും അധികം പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്ത ഒരു മേഖല എന്ന് പറയുന്നത് ടയർ, അതുപോലെ തന്നെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെയാണ്. ഇന്നിപ്പോൾ ഞാൻ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ടയർ മേഖലയിൽപ്പെട്ടുള്ള അപ്പോളോ ടയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. അപ്പോളോ ടയേഴ്സ് ഇപ്പോൾ നിലവിൽ 1.29% നേട്ടത്തിൽ 444.55 എന്നൊരു റേഞ്ചിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഓഹരി ഡിസംബർ 19 ഒരു റെക്കോർഡ് ഹൈ 485 എന്നൊരു റേഞ്ചിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോളോ ടയേഴ്സുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? So Apollo Tyres in a long-term trend continues to be very bullish, but Jasmine പറഞ്ഞതുപോലെ 4-5 സെഷൻസിന് മുൻപായിരുന്നു റെക്കോർഡ് ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് വലിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു. അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. ഒരു ലോ റിസ്ക് ബൈങ് അവസരം അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എനിക്ക് അപ്പോളോ ടയേഴ്സിൽ കാണാൻ സാധിക്കുന്നില്ല. സോ മൈ അഡ്വൈസ് വിൽ ബി വെയിറ്റ് ആൻഡ് വാച്ച്. യെസ്, പ്രദീപ് സാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിലെ കമ്പനികൾ ഒരു മികച്ച നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു ഈ ഒരു 2023 വർഷത്തിൽ എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട സെക്ടറൽ സൂചികകളിൽ ഏറ്റവും അധികം ഒരു പെർഫോമൻസിന്റെ കാര്യത്തിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 12.66% നേട്ടം മാത്രമാണ് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക നൽകിയിട്ടുള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ സൂചികയുടെ ഒരു പെർഫോമൻസിനെ ഒരു അണ്ടർ പെർഫോമൻസ് ആയിട്ട് വിലയിരുത്താൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറക്കാൻ പാടില്ലാത്തത് ഓയിൽ ആൻഡ് ഗ്യാസ് ഇസ് എ ഹൈലി സൈക്ലിക്കൽ ഇൻഡസ്ട്രി, ഹൈലി സൈക്ലിക്കൽ സ്റ്റോക്സ് ആയിരിക്കും. ആൻഡ് ക്രൂഡ് ഓയിലിന്റെ വില ഇടിവിനെ തുടർന്ന് നമുക്ക് ഒത്തിരി നേട്ടം നമുക്ക് ഒക്ടോബർ മാസത്തിന് ശേഷം നമുക്ക് ഓയിൽ ഇൻഡെക്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇൻഫാക്ട് ഓയിൽ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒക്ടോബർ അവസാനം അറൌണ്ട് 7400 പോയിന്റിന് അടുത്തായിരുന്നു ഓയിൽ ഇൻഡെക്സിന്റെ ട്രേഡിംഗ് വാല്യൂ. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗിൽ 9600 പോയിന്റ് വരെ ഓയിൽ ഇൻഡെക്സ് നേട്ടം നൽകിയിട്ടുണ്ട്. സോ ദ ഔട്ട്ലുക്ക് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം കണ്ടിന്യൂസ് ടു ബി വെരി ബുള്ളിഷ്. എങ്കിൽ പോലും വാല്യുവേഷൻസ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന്റെ ഒക്കെ തന്നെ ഒരു അല്പം ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലോ റിസ്ക് ആയിട്ട് പുതിയൊരു ബൈയിങ് അവസരം ഈ സ്റ്റോക്സിൽ ഒന്നും തന്നെ ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല. സാർ അടുത്തതായിട്ട് ഈ ഒരു വർഷം അവസാനിക്കാനിരിക്കെ ഇപ്പോൾ ഈ ഒരു വർഷത്തെ ഒരു പെർഫോമൻസ് കൂടി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം നിക്ഷേപകരുടെ പോക്കറ്റ് നിറച്ചത് ഡിഫൻസ് മേഖലയിൽപ്പെട്ടുള്ള ഓഹരികളാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ഡിഫൻസിൽ വലിയൊരു മുന്നേറ്റം നടത്തിയൊരു ഓഹരിയായിരുന്നു ഭാരത് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഭാരത് ഡൈനാമിക്സ് നിലവിൽ ഇപ്പോൾ 1.56% നേട്ടത്തിൽ 1724.7 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു വർഷത്തെ ഒരു ഇയർ ടു ഡേറ്റിലെ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിലും 82.8 കൃത്യമായി ഒരു 83% നേട്ടമാണ് നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. 3 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 423% നേട്ടം നൽകിയിട്ടുണ്ട്. ഭാരത് ഡൈനാമിക്സുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു 2024 എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സോ ഭാരത് ഡൈനാമിക്സ് ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്. എങ്കിലും ഭാരത് ഡൈനാമിക്സിന്റെ ഒരു ഷോർട്ട് ടേമിലെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ അവസാനം അറൌണ്ട് 900 റുപ്പീസിന്റെ അടുത്തായിരുന്നു ഇതിന്റെ ട്രേഡിംഗ് വാല്യൂ. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗിൽ 1800 രൂപ വരെ ഈ സ്റ്റോക്ക് നേട്ടം നൽകിയിട്ടുണ്ട്. ഇറ്റ്സ് ട്രേഡിംഗ് അറ്റ് എ റെക്കോർഡ് ഓൾ ടൈം ഹൈ. സോ നാച്ചുറലി ഈ സ്റ്റോക്കിൽ നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ഒരുങ്ങണം. ആൻഡ് നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1660 രൂപയായിരിക്കണം നമ്മൾ സപ്പോർട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ ഹൈ ലെവൽസിൽ ഈ സ്റ്റോക്കിൽ ഒരു പൊസിഷൻ എടുക്കുന്നത് ഇസ് കീ. യെസ് പ്രദീപ് സാർ, അതോടൊപ്പം തന്നെ ഡിഫൻസ് സ്റ്റോക്കുകളിലേക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റെയിൽവേ ഈ വർഷം മൾട്ടി ബാഗർ നേട്ടം നൽകിയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് എന്ന് കാണാം. റെയിൽവേയിൽ നിന്ന് തന്നെ തിത്തഗർ റെയിൽ 355% ഒരു നേട്ടം ഈ വർഷം നൽകി കഴിഞ്ഞിരിക്കുകയുമാണ്. അതോടൊപ്പം തന്നെ ജൂപ്പിറ്റർ വാഗൺസ്, IRFC തുടങ്ങിയ ഓഹരികളിലൊക്കെ തന്നെ മികച്ച ഒരു മൂവ്മെന്റ് കണ്ടിട്ടുമുണ്ടായിരുന്നു. തിത്തഗറിന്റെ ഇനി മുന്നോട്ടുള്ള ഒരു വ്യൂ എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ ഈ ഒരു വാല്യുവേഷനിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സമയമായിട്ടുണ്ടോ? സോ ടിറ്റഗർ റെയിൽ സിസ്റ്റംസ് ആക്ച്വലി കഴിഞ്ഞ ഡിസംബർ 2022 വെറും 200 രൂപയിലായിരുന്നു ഇതിന്റെ ട്രേഡിംഗ്.
ആൻഡ് കഴിഞ്ഞ ആഴ്ച 1080 രൂപ വരെ ഈ സ്റ്റോക്ക് മുന്നേറിയിട്ടുണ്ട്. നാച്ചുറലി വാല്യുവേഷൻസ് വളരെ വളരെ ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഐഡിയൽ ടൈം ടു ലുക്ക് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. അതല്ലെങ്കിൽ 990 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക ടു പ്രൊട്ടക്ട് ദ പ്രോഫിറ്റ്. ഈ ലെവൽസിൽ പൊസിഷൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യത്തില്ല. സർ, ഡിഫൻസ് മേഖലയിൽ നിന്നുള്ള ഒരു കമ്പനിയിലേക്കാണ് സാറിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അപ്പോളോ മൈക്രോ സിസ്റ്റംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വിലയിരുത്തലാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇപ്പോൾ 4.42% നേട്ടത്തിൽ 113.35 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ 52 വീക്ക് ഹൈ ആയി രേഖപ്പെടുത്തിയിരിക്കുന്ന 20 നവംബറിന് 161.7 എന്നൊരു റേഞ്ചുമാണ്. ഓഹരിയുടെ പെർഫോമൻസ് ഇയർ ടു ഡേറ്റിൽ നോക്കുകയാണെങ്കിൽ 271% വലിയൊരു നേട്ടമാണ് ഈ ഒരു ഓഹരി നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. ഒരു 3 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 790% അടുത്തൊരു നേട്ടം നൽകിയ ഒരു ഓഹരി കൂടിയാണ്. അപ്പോളോ മൈക്രോ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് സാറിന്റെ 2024 എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഈ ഒരു ഓഹരിയിൽ നിക്ഷേപകർ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? So Apollo Microsystem again is a small cap stock, and ഈ സ്റ്റോക്കിനായിട്ട് ഒരു ലിങ്കിങ് കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് അനില പറഞ്ഞതുപോലെ തന്നെ നവംബർ മാസത്തിൽ 161 രൂപ എത്തിയതിനു ശേഷം അതിലൊരു പീക്ക് കാണാൻ നമുക്ക് സാധിച്ചു. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ നമുക്ക് സെല്ലിംഗ് കാണുന്നത്. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗിൽ ഒരു വീക്ക് ക്ലോസിനെ തുടർന്ന് സ്റ്റോക്കിന്റെ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. സോ ഈ കറന്റ് ഒരിക്കലും ഞാൻ ഒരു പുതിയ പൊസിഷൻ അഡ്വൈസ് ചെയ്യത്തില്ല. നമുക്ക് ഈ സ്റ്റോക്കിൽ തിരിച്ച ബുള്ളിഷ്നെസ് വരുന്നെങ്കിൽ സ്റ്റോക്ക് 121 ബ്രേക്ക് ചെയ്യണം. യെസ് പ്രദീപ് സർ, ഏതായാലും നെക്സ്റ്റ് ഇയറിലേക്ക് താങ്കളുടെ ഫോക്കസ് മെയിൻ ആയിട്ടും ഏത് സെക്ടറിലായിരിക്കും? എന്തെങ്കിലും സ്റ്റോക്ക് സജഷൻസ് കൂടി നിക്ഷേപകരുമായിട്ട് പങ്കുവെക്കാനുണ്ടോ? നമ്മൾ ആക്ച്വലി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു സ്ട്രാറ്റജി എടുക്കേണ്ട കാര്യമില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം നമ്മൾ കണ്ടിരിക്കുന്ന റാലി അതല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഈ ബുള്ളിഷ്നെസ് കാണുന്നത് വളരെ ബ്രോഡ് ബേസ്ഡ് ആയിട്ടൊരു റാലിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ ആകട്ടെ, IT ആകട്ടെ, ഓട്ടോ സെക്ടർ ആകട്ടെ, സിമെന്റ് സെക്ടർ ആകട്ടെ, എനി സെക്ടർ യു ടേക്ക്, എവറി സിംഗിൾ സെക്ടർ വളരെ വളരെ സ്ട്രോങ് ബുള്ളിഷ്നെസ് ആണ് നമുക്ക് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേർഡ് ക്വാർട്ടറിൽ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് us സ്റ്റഡി ദ ഫൈനാൻഷ്യൽസ്, മാനേജ്മെന്റിന്റെ ഔട്ട്ലുക്ക് നന്നായിട്ട് പഠിക്കുക. ആൻഡ് അതിന്റെ അടിസ്ഥാനത്തെ കറക്ഷൻ കൺസോൾട്ടേഷൻ നടക്കുന്ന സമയത്ത് നല്ല ഒരു ഫൈനാൻഷ്യലി സ്ട്രോങ് കമ്പനീസിന്റെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ദാറ്റ് വിൽ ബി മൈ അഡ്വൈസ് ടു ദ ഇൻവെസ്റ്റേഴ്സ്. യെസ് പ്രദീപ് സാർ, നമ്മൾ ഇനി കാണുക നെക്സ്റ്റ് ഇയറിലെ ആദ്യ ട്രേഡിംഗ് ഡേയിലായിരിക്കും. സോ താങ്ക് യു പ്രദീപ് സാർ. ഈ ഒരു വർഷം മൈഫിൻ ടീമിനൊപ്പം നമ്മളുടെ ഓരോ യാത്രയിലും പ്രദീപ് സാറിന്റെ പങ്ക് വളരെ വലുതായിരുന്നു. ഒരുപാട് വ്യൂവേഴ്സിന്റെ ക്വയറീസ് ഒക്കെ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട്. ഏതായാലും ഇനിയും നമ്മളുടെ പ്രോഗ്രാം അത്തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് കൂടിയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. എനിവേ താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ. വിഷിംഗ് എ വെൽത്തി 2024 in advance. Thank you, and thank you investors, and wish you all a very very happy 2024.